MDMA കള്ളക്കടത്ത് കേസിൽ പിടിയിലായ സൈജു എന്ന സഞ്ജുവിന് മലയാള സിനിമാ ലോബികളുമായി അടുത്ത ബന്ധമുണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസ് പുറത്തുവിടുന്നത്. തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി ഈ മഹാനഗരങ്ങളെന്ന് പറയാൻ പറ്റുമെന്നറിയില്ലെങ്കിൽ മഹാനഗരങ്ങളിലെ പല വമ്പൻ സ്രാവുകളുമായും സൈജു ഇടപെട്ടിരുന്നു. അവരുടെ ഇടപെടലിനെ തുടർന്നാണ് കസ്റ്റംസിന്റെ കണ്ണ് വെട്ടിച്ച് വിദേശത്ത് എയർപോർട്ട് പോട്ടെ, ഇവിടെ കേരളത്തിലെ തിരുവനന്തപുരത്തെ എയർപോർട്ടിൽ കസ്റ്റംസിന്റെ കണ്ണ് വെട്ടിച്ച് ഇത്രയധികം സാധനങ്ങൾ പുറത്ത് ഇറക്കാൻ കഴിഞ്ഞത് ഈ ഉന്നത ഇടപെടലിലൂടെയാണ് എന്നാണ് തെളിയുന്നത്. ഒരു പക്ഷേയെങ്കിൽ പോലീസിന്റെ സംശയം ഈ MDMA 1.5 കിലോ MDMA കൊണ്ടുവന്നത് പോലും ഈ ഉന്നതരുടെ അറിവോടുകൂടിയാണ്. കാരണം സഞ്ജു എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? സഞ്ജു കഴിഞ്ഞ 2 മാസമായി പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഇയാൾ പല കുറി ഒമാനിലേക്ക് പോകുന്നു. എന്താണ് ആവശ്യം, എന്ത് ബിസിനസ് പർപ്പസ് ആണ് എന്നൊന്നും അറിയില്ല. പലതവണ ഇയാൾ ഒമാനിൽ പോകുന്നു, തിരികെ വരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം തിരികെ വന്നപ്പോൾ ഇയാൾ ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു. എന്താണ്? ആഡംബര ലൈറ്റുകൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ. പുതിയ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് വീട് വെക്കുന്നത്. ആ വീട്ടിലേക്ക് ആവശ്യമായ വിലപിടിപ്പുള്ള ലൈറ്റുകൾ, അതുപോലെയുള്ള അലങ്കാര വസ്തുക്കൾ, ഇതൊക്കെ കൊണ്ട് വിമാനത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അതിനൊപ്പമാണ് ഈന്തപ്പഴം, 2-3 ബക്കറ്റ് ഈന്തപ്പഴം അതിനകത്ത് ഒളിപ്പിച്ച് MDMA. അപ്പോൾ ഒരു പക്ഷേയെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി ഇത്രയധികം സാധനങ്ങൾ നിങ്ങൾക്ക് പുറത്തിറക്കാൻ ഞങ്ങൾ സഹായിക്കാം, പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി ഇതുകൂടി നിങ്ങൾ ചെയ്യണം എന്ന കരാർ, എന്ന ധാരണ ഏതെങ്കിലും വ്യക്തികളുമായി ഉണ്ടായിരുന്നു, ഏതെങ്കിലും ലഹരി മാഫിയ സംഘങ്ങളുമായി സഞ്ജു വച്ചിരുന്നു എന്ന അന്വേഷണത്തിലാണ് സംസ്ഥാന പോലീസ് ഇപ്പോൾ. കല്ലമ്പലം പോലീസ് അവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എല്ലാവരും കല്ലമ്പലം വർക്കല ഭാഗത്തുള്ളവരാണ്. നന്ദു ആകട്ടെ, പ്രവീൺ ആകട്ടെ, ഉണ്ണിക്കുട്ടനാകട്ടെ, സഞ്ജു ആകട്ടെ, ഇവരെല്ലാവരും വർക്കല, കല്ലമ്പലം, ഞെക്കാട് പ്രദേശങ്ങളിലുള്ള ആളുകളാണ്. ഈ സഞ്ജു 2022 27 ഗ്രാം MDMAയുമായി പോലീസിന്റെ പിടിയിൽ അകപ്പെട്ടിരുന്നു. അതിനുശേഷം ഇയാളെ പിടിക്കാൻ പോകുമ്പോൾ ഇയാളെ വളർത്തു നായ്ക്കളെ വെച്ച് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചത് വലിയ വാർത്തയായതാണ്. ആ സഞ്ജുവിനെ കഴിഞ്ഞ ദിവസം പിടിച്ച സാഹചര്യമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇയാൾ വിമാനത്തിൽ വന്നിറങ്ങുന്നു, അത് കഴിഞ്ഞ് ഇന്നോവ കാറിലേക്ക് കയറുന്നു. ഇന്നോവ കാർ പോലീസ് പരിശോധിച്ചു, അതിനകത്ത് യാതൊന്നുമില്ല. എന്താണ്? വെടിപ്പായിരിക്കുന്നു, ഒന്നുമില്ല. തൊട്ടുപുറകെ പിക്കപ്പ് വാനിൽ എന്താണ് കുറെ സാധനങ്ങളുമായി തൊട്ടുപുറകെ ഒരു വാൻ വരുന്നു. അത് ഇയാളുടേതാണെന്ന് നേരത്തെ വിവരം കിട്ടിയത് കൊണ്ട് മാത്രമാണ് പോലീസ് പരിശോധിച്ചത്, അല്ലെങ്കിൽ പോലീസ് അത് പരിശോധിക്കില്ല. ഇയാളുടെ പാഴ്സൽ സാധനങ്ങളാണ് അതിനകത്ത് വരുന്നത്, അതും തടഞ്ഞു നിർത്തി പരിശോധിക്കണമെന്ന് റൂറൽ SP വിവരം കൃത്യമായി ലഭിച്ചു. SP കൃത്യമായും ഇപ്പോൾ താഴെത്തട്ടിലുള്ള പോലീസുകാർക്ക് ആ നിർദ്ദേശം എത്തിച്ചിരുന്നു. അതുകൊണ്ടാണ് പിക്കപ്പ് വാൻ പരിശോധിച്ചത്. വാൻ പരിശോധിച്ചപ്പോഴാണ് ആഡംബര വസ്തുക്കൾ, 17 കുപ്പി വിദേശമദ്യം കൊണ്ടുവന്നതാണ്. 17 കുപ്പി വിദേശമദ്യം, അതുപോലെ MDMA 3.5 കോടി, ഏകദേശം 4 കോടി രൂപയുടെ സാധനങ്ങളാണ് അന്ന് പിടിച്ചത്. അപ്പോൾ ഇവനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമേ ഇയാൾക്ക് ഏതൊക്കെ ഉന്നതന്മാരുമായാണ് ബന്ധം, സിനിമാ മേഖലയുമായി പ്രത്യക്ഷത്തിൽ തന്നെ ബന്ധമുണ്ടെന്ന് പോലീസുകാർ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇയാൾ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം നഗരങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതെന്ന് പോലീസിന് വിവരം ലഭിച്ചു കഴിഞ്ഞു. അതുപോലെ ഇതിൽ ഏത് ഉന്നതനാണ് ഇയാളെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്നും, തീരുവയിൽ നിന്നും കസ്റ്റംസിന്റെ കണ്ണിൽപ്പെടാതെ ഇത്രയും സാധനങ്ങൾ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറക്കാൻ സഹായിച്ചത് എന്ന അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. അതിൽ എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ ഈ കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം.